ലുലു മാളിൽ വീണ്ടും തെക്കിടക്ക് നടന്നപ്പോൾ കണ്ടതാണ് ഇവനെ കൊമ്പൂച്ച. ഈ ഒരു ചെറിയ കുപ്പിക്ക് 180 രൂപയോളമാണ് വില. മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള പ്രൊമോഷൻസ് ധാരാളം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് അടുത്തൊന്ന് കുടിച്ച് നോക്കിയതാണ്. എന്താണെന്നറിയാനുള്ള ഒരു ഇത് കൊണ്ടടുത്തൊന്ന് കുടിച്ചതാണ്. ബിയറിൻ്റെ ചുവയുള്ള വൈൻ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഒരു വീട്ടിൽ സ്ട്രോബെറി എടുത്ത് ഞാൻ മുന്നോട്ട് പോയപ്പോൾ ഇരിക്കുന്നു മണ്ടാരൻ. മണ്ടാരൻ എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണെന്ന് എനിക്കറിയാം. മണ്ടാരൻ എന്ന് പറഞ്ഞിട്ടൊരു ഓറഞ്ച് ഉണ്ടെന്ന് ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. കൗതുകത്തോടെ കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കിയിരുന്നു. സാധാരണ ഓറഞ്ചിനേക്കാളും നല്ല ഭംഗിയുള്ള സാധനമാണ് കേട്ടോ. തൊട്ടപ്പുറത്തിരിപ്പുണ്ട് പിയേഴ്സ്. ഈ സബർ ജില്ലിയുടെ ഒറിജിനൽ പേര് പിയേഴ്സ് എന്നാണല്ലേ. അതും ഞാൻ ഇവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്. സബർ ജില്ലി കണ്ടപ്പോൾ ഞാൻ 2 പറക്കിയെടുത്തു. 429 രൂപയാകാണ്ടാണ് കിലോയ്ക്ക് വില. അത്രയും വാങ്ങാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് 2 പറക്കിയെടുത്തിട്ട് അപ്പുറത്തോട്ട് നോക്കിയപ്പോഴാണ് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന പേരോട് കൂടി ഒരു ഓറഞ്ച് ഇരിപ്പുണ്ട്. ഇതെന്താണ് സാധനം എന്നറിയാനായിട്ട് ഞാൻ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. ഓറഞ്ചിൻ്റെ എന്തോ വകഭേദം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്തോ മധുരമുണ്ട്, കുറച്ച് പുളിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്തു. 350 രൂപയാകാണ്ടാണ് കേട്ടോ വില. അവിടെ വെച്ച് വലിച്ച് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നോക്കി. അപ്പോഴാണ് പറ്റിയ അബദ്ധം എന്താണെന്ന് മനസ്സിലായത്. ഇത് നമ്മുടെ ബംബ്ലീസാണ്. ബംബ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്കോട്ടൊക്കെ എന്തോ കമ്പിളി നാരങ്ങയാണോ അങ്ങനെ എന്തൊക്കെ പറയും. ആ സാധനം തന്നെയാണ്. അതിൻ്റെ ചെറിയൊരു വകഭേദം, അത്രേ ഉള്ളൂ. അതിൻ്റെ ടേസ്റ്റും തന്നെയാണ്. വലിയ മധുരമൊന്നുമില്ല, നല്ല ഒടുക്കത്ത പുളിയുമുണ്ട്. ഇതിനാണ് 350 രൂപയ്ക്ക് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നത്. കണ്ടപ്പോൾ അത്ഭുതം തോന്നി കേട്ടോ. പിന്നെ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.